ഡീറ്റെയിൽസ് ആണല്ലോ നമ്മളിത് പറയാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം. ഫസ്റ്റ് നമ്മൾ ഈ സൈക്കിളെ മാറിയിരിക്കുന്ന ഒരു ഫോക്സിൻ്റെ ഒരു സസ്പെൻഷൻ വെച്ചിട്ടുണ്ട്. രണ്ടാമത് 2 അലോയ് റിമ്മുകൾ, ഫ്രണ്ടും ബാക്കും അലോയ് റിമ്മുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ബെഡ് റോക്കിൻ്റെ പ്രീമിയം ടയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണവും അത്യാവശ്യം നല്ല കോസ്റ്റ്, നല്ല ഗ്രിപ്പിംഗ് ഉള്ള 2 ടയർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രെയിമിൻ്റെ അവിടെ എല്ലാം ഫുൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. കാര്യം വെച്ചാൽ പെയിൻറ്റിങ് എല്ലാം നമ്മൾ പുതിയ സ്പ്രേ പെയിൻറ് അടിക്കാതെ മാക്സിമം നമ്മൾ ഓയിൽ പെയിൻ്റ് ആണ്. എന്ന് വെച്ചാൽ ബഡ്ജറ്റ് കുറച്ച് രീതി ചെയ്യാൻ വേണ്ടി ഫുൾ ഓയിൽ പെയിൻ്റ് ആണ് ഈ സൈക്കിളെ ഫുൾ അടിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഡിറേലിയറിൻ്റെ ടീത്തുകൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി ഫ്രീ വീല് ചേഞ്ച് ചെയ്തു. ഷിമാനോട് ഒരു ഫ്രീ വീല് വെച്ചു. പിന്നെ നമ്മൾ ചെയിന് മാറി, ചെയിൻ നമ്മൾ ഷിമാനോട് തന്നെ ഒറിജിനൽ ചെയിൻ തന്നെ ഇട്ടു. ഏകദേശം അത്യാവശ്യം നമുക്ക് വില കുറവിന് തന്നെ കിട്ടി, അതുകൊണ്ട് നമ്മളത് ഇട്ടു. പിന്നെ സീറ്റ് കവറിങ്, സീറ്റിൻ്റെ ലെതർ കീറിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ സീറ്റ് കവറാണ് യൂസ് ചെയ്തത്, വേറെ സീറ്റ് മാറാതെ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഷിഫ്റ്റേഴ്സ് മാറി, കാര്യം വെച്ചാൽ സ്റ്റാർലിറ്റിൻ്റെ ഒരു 6 സ്പീഡ് ഷിഫ്റ്റർ വെച്ചു. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയുവാണെങ്കിൽ കേബിൾസ് എല്ലാം മാറി, ബാക്കി ബെയറിങ്സും എല്ലാം മാറി, ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്ത് ക്ലീൻ ആക്കി സൈക്കിൾ വെച്ചിട്ടുണ്ട്. ആകെപ്പാട് നമുക്ക്